അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. കുടുംബബന്ധമായി ജീവിക്കുന്ന എല്ലാവരോടും ഞാൻ ഉറപ്പെടുത്തുകയാണ്, നിസ്സാരമല്ല. ഇല്ലാത്തവർക്കൊക്കെ അത് അയച്ചു കൊടുത്തേക്കേണ്ടി. കുടുംബബന്ധം, സിലത്തുർ റഹ്മ എന്നൊരു വിഷയമുണ്ട്. കുടുംബബന്ധം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, ജ്യേഷ്ഠാനിയന്മാർ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, മക്കൾ തുടങ്ങി കുടുംബബന്ധത്തെ ശിഥിലമാക്കുന്നവർ. ചില്ലറ കാര്യമൊന്നുമല്ല, അവരെ ഇബാദത്തൊന്നും അല്ലാഹു സ്വീകരിക്കൂല കേട്ടോ. സിലത്തുർ റഹ്മ വലിയൊരു സംഭവം തന്നെയാണ്. കുടുംബബന്ധം ഇല്ലാണ്ടാക്കുക, ഛിന്ന ഭിന്നമാക്കുക, കുടുംബബന്ധം പരസ്പരം കുത്തിത്തിരിപ്പ് നടത്തുക, ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പരസ്പരം ഭിന്നിക്കുക, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കർശനമായി അവരെ എതിർത്തിട്ടുണ്ട്. അവർക്ക് ദീർഘായുസ് കുറയും, അവരുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ബർക്കത്തില്ലാണ്ടാകും. ദീർഘായുസ് കുറയുമെന്ന് മാത്രമല്ല, ഒരു സ്വഹാബി പള്ളിയിൽ വന്നിട്ട് പോപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മൗത്ത് എടുത്തിട്ടുണ്ടെന്ന്. റസൂലുള്ളാഹി വിവരം സ്വഹാബത്തിനോട് പറഞ്ഞു. പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ വന്നപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഇയാൾ മരണപ്പെടുന്നല്ലേ പറഞ്ഞത്, ഇയാളിതാ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത്, അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോ അനിയനോ ആയിട്ടുള്ള സഹോദരനുമായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു. അത് എല്ലാവരും യോജിച്ചു, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് യോജിച്ചു. അതിൻ്റെ പേരിൽ അള്ളാഹു ദീർഘായുസ് കൂട്ടിക്കൊടുത്തു എന്നാണ്. ഇസ്ലാം അംഗീകരിക്കുന്ന ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത്, ദീന് വേണ്ടവരോടാണ് പറയുന്നത്. സിലത്തുർ റഹ്മ്, രക്തബന്ധങ്ങൾ പരസ്പരം ഛിന്ന ഭിന്നമായി കൊണ്ടിട്ടുള്ള നിലയിൽ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, അവർക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാനുള്ള അധികാരമില്ല. കാരണം അവരെ ശരിയല്ല. അവർ ശരിയല്ലാത്തവൻ പിന്നെ എങ്ങനെ ദ്വാരക്കുക? ഏത് പ്രകാരം എന്നറിയോ? കയ്യുമ്മ സ്വർണത്തിൻ്റെ മോതിരിട്ടിട്ട് പഠിച്ചവനെ എനിക്ക് പുറത്തുണ്ടാന്ന് പറഞ്ഞ മാതിരിയാവും. മാബാലു ദീനിക്കത്തുർല അൻതുദന്നിസുഹു വ ഇന്ന സൗബക മൗസൂലും മിനദ്ദനസി തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. അല്ലേ? തെർജുൻ നജാത്ത വലം തസ്ലുക്ക് മസാലിക്കഹ. രക്ഷപ്പെടണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊക്കെ സ്വർഗം കിട്ടണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഖിറത്തിൽ വിജയിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ വലം തസ്ലുക്ക് മസാലിക്കഹ, ആ സ്വർഗത്തിൻ്റെ വഴിയിൽ, രക്ഷപ്പെടേണ്ട വഴിയിൽ ആരും പ്രവേശിക്കൂല. അപ്പം എന്തോ മടിയാണ്. അപ്പം നമ്മളെ ഭൗതികമായ ചേഷ്ടകൾക്കനുസരിച്ച് നിൽക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ട് പടച്ച റബ്ബേ നീ എന്നെ കാസർഗോട്ടേക്ക് എത്തിക്കണേന്ന് വരുന്നാൽ എങ്ങനെ ഉണ്ടാകും? സത്യത്തിൽ അതല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പോൾ കുടുംബബന്ധം, ചാർച്ച ബന്ധം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. നിങ്ങൾ വിജയിക്കൂല, രക്ഷപ്പെടൂല. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, എന്തായാലും ശരി. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ ദുആ ചെയ്യരുത്. എന്തെല്ലാം ജനങ്ങൾ ഏതൊക്കെ നിൽക്കാന്നറിയോ? ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട്, ബന്ധം നിലനിന്നാൽ കാര്യങ്ങൾ നടക്കൂല, ബന്ധം നശിപ്പിച്ചാൽ കാര്യം നടക്കും. അപ്പോൾ ബന്ധം നശിക്കുക. എന്നിട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം പൊരുത്തപ്പെടണേന്ന് പറയാം. ഈ പൊരുത്തപ്പെടണേന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി തീർത്തിട്ട് പൊരുത്തപ്പെടണേന്ന് പറയുന്നത് ഏത് പ്രകാരം എന്നറിയോ? ക്യാൻസറിനുള്ള എല്ലാ വകുപ്പും സൃഷ്ടിച്ചിട്ട് പിന്നെ മരുന്നയിക്കണമായിരിക്കാം. കഴിവിൻ്റെ പരമാവധി ഒരാൾക്കും ദ്രോഹം ചെയ്യാതെ, വിശിഷ്യ കുടുംബത്തിന്, മുസ്ലിങ്ങൾക്ക് ഒരു നാവ് കൊണ്ട് പോലും ഒരു ദ്രോഹം ചെയ്യാതെ ജീവിക്കാൻ നോക്കുക. എന്നിട്ട് അവരോടൊക്കെ പൊരുത്തപ്പെടിക്കും ചെയ്യുക. ഒന്നുമില്ലെങ്കിലും പൊരുത്തപ്പെടിക്കുക. ഇത് ഹജ്ജിനോ ഉംറക്കോ ഉള്ളതൊക്കെ കുരുത്തക്കടൊക്കെ കാണിക്കും. എന്നിട്ട് ഹജ്ജിനോ ഉംറക്കൊക്കെ പോകാൻ സമയത്ത് എന്തെങ്കിലും ചെയ്ത് പൊരുത്തപ്പെടണട്ടോ. ജാതി ഒരു സുഖമില്ലാത്ത പൊരുത്തപ്പെടലാണത്. എന്തായാലും പൊരുത്തപ്പെട്ട് കൊടുക്കണം, ഫോർഗീവ്നെസ് ചെയ്യണം. അതെന്തിൻ്റെയും പേരിലാവരുത്.
റമദാൻ വരുമ്പോൾ പൊരുത്തപ്പെടിക്കുക, ഹജ്ജിനും ഉംറയൊക്കെ പോകുമ്പോൾ പൊരുത്തപ്പെടിക്കുക. ഇങ്ങനെ ചില ജാടകൾ കാണിക്കുന്ന ഒഴിവാക്കിയിട്ട് നിരുപാധികം എപ്പോഴും ഫോർഗീവ്നെസ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ജീവിക്കാൻ നല്ലൊരു മനസ്സ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ.